ഇന്നത്തെ റെസിപ്പി ചീരയും ക്യാരറ്റും ചേർന്നുള്ള നല്ലൊരു തോരനാണ്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചീര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരത് ഇതുപോലെ കുറച്ച് ക്യാരറ്റോട് ചേർത്തുകൊണ്ട് ചീര കഴിപ്പിക്കാനും, അതേപോലെ ക്യാരറ്റ് ഇഷ്ടപ്പെടാത്തവർക്കും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അവർ ചോദിച്ച് മേടിച്ചോളും. ഇതിനി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊഴിക്കുക. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഒരു മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഇട്ടങ്ങ് വഴറ്റണ്ട, എന്നാൽ കളറൊക്കെ ഒന്ന് മാറി ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ചീര ചേർത്തതിന് ശേഷം സവാള പിന്നീടൊന്നും വഴന്ന് വരത്തില്ല, കാരണം ചീരയിലൊക്കെ നനവൊക്കെ വരത്തില്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് വഴറ്റിയിട്ട് വേണം ചീര ചേർക്കാനായിട്ട്. പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചേറെ മഞ്ഞൾപ്പൊടി, ചീരയായത് കാരണം കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് ചീര ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പച്ച ചീരയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത് പച്ച കളറിലെ ചീരയാണ്. പ്രത്യേകിച്ചും മൈസൂർ ചീര, വേലിച്ചീര എന്നൊക്കെ പറയുന്ന ഒരു തരം ചീരയില്ലേ, അത് കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു തോരൻ ചെയ്യുമ്പോൾ. പിന്നെ ചുവന്ന ചീരയിലും ഈ ഒരു ഇത് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അരിഞ്ഞെടുത്ത ചീര ഒരു 5 കൈപ്പിടി അളവിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ റെസിപ്പിക്ക് കൃത്യമായിട്ട് അളവ് വേണമെന്നൊന്നുമില്ല, ഞാനെടുത്ത അളവൊന്ന് പറഞ്ഞെന്ന് മാത്രം. ആദ്യമേ ചീര ചേർത്ത ഉടനെ തന്നെ തീ അല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചീര പെട്ടെന്നൊന്ന് ഒതുങ്ങി വരും. അതിനുശേഷം മാത്രം ഉപ്പ് ചേർക്കാവൂ. അത് തന്നെയുമല്ല, ഈ സമയം കൊണ്ട് വെള്ളമുള്ള ചീരയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നനവ് വരാനായിട്ട് തുടങ്ങും. ഇതിലിപ്പം അങ്ങനെ വെള്ളം കിട്ടിയ ചീരയൊന്നുമല്ല. ഇനി ചീരയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലവണ്ണം വെള്ളം കെട്ടിയ ചീരയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വകഞ്ഞ് മാറ്റി വെച്ചിട്ട് വെള്ളം ശകലം വറ്റിച്ചിട്ട് വേണം ക്യാരറ്റ് ചേർക്കാനായിട്ട്. ഇപ്പം നടുക്കോട്ട് കുറച്ചൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ക്യാരറ്റ് ചേർക്കുകയാണ്. ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ ചീരയ്ക്കൊപ്പം തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഞാൻ ഈ അരിഞ്ഞെടുത്തത് ചോപ്പറിലാണ്. ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ക്യാരറ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ക്യാരറ്റ് കൂടുതലായിട്ട് ചേർക്കാം. വെള്ളം അധികം ഇല്ലാത്ത ചീര ആയത് കാരണം കുറഞ്ഞ തീയിലിട്ടിട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കുക. ഒന്നുകിൽ ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് വീഴാതിരിക്കുക ഇതുപോലെ ഒരു വലപാത്രം വെച്ച് മൂടി വെക്കുക. അപ്പോൾ ഇങ്ങനെ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിയും കിട്ടുകയും ചെയ്യും, ചീര കുഴയാതെ കിട്ടുകയും ചെയ്യും. പിന്നെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചീര മൂടി വെച്ച് വേവിക്കരുതെന്ന്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് നല്ലവണ്ണം ആവി കയറിക്കോട്ടെ. ആ സമയം കൊണ്ട് ഒരരപ്പ് തയ്യാറാക്കാം. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അത് അടിയിൽ ചേർക്കുക. ഒരു 5 എണ്ണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പോ 3/4 കപ്പോ തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചീരയ്ക്ക് സാധാരണ കറിവേപ്പില അരയ്ക്കാറില്ല, ഞാൻ ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് ഒരു 3 ഇല ചേർത്തിട്ടുണ്ട്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പച്ചമുളക് ചേർക്കുമ്പോൾ മുകളിൽ ചേർക്കുക, കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി സാധാരണ തോരനൊക്കെ ചതച്ചെടുക്കാറില്ലേ, അതുപോലെ പൾസ് മോഡിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി തോരൻ ഇതുവരെയായെന്ന് നോക്കാം. നല്ലവണ്ണം ചൂട് കയറിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ പകുതിയിൽ കൂടുതൽ 3/4ഓളം വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പം വെള്ളമൊന്നും അധികമില്ല, കുഴഞ്ഞൊന്നും വന്നിട്ടില്ല. ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. ചില സ്ഥലങ്ങളിൽ ചീരത്തോരന് അരപ്പ് ചേർക്കുന്നത് കാരണം സവാള വഴറ്റാറില്ല. ഇങ്ങനെ സവാള വഴറ്റി അരപ്പും ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നടുക്കോട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് അരപ്പ് ചേർക്കാം. അരപ്പിലെ അല്പം നല്ല ജീരകം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് കൂട്ടി ഇളക്കണ്ട, ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. വെള്ളമൊക്കെ നല്ലോണം വറ്റിയതല്ലേ തോരനകത്ത്, അപ്പം തീ ഇനി കൂട്ടിയൊന്നും കൊടുക്കണ്ട, കുറഞ്ഞ തീയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു ഏകദേശം 1 മിനിറ്റ് മതിയാകും ആ തേങ്ങ അരപ്പ് നന്നായിട്ട് ചൂടായി കിട്ടാനായിട്ട്. പോരാഞ്ഞ് കടായിയൊക്കെ നല്ല ചൂടാണ്, അത്രയും സമയം മതി. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കുക.
ക്യാരറ്റാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടുതൽ ചേർക്കുക, ചീരയാണ് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ നനവൊന്നും തന്നെയില്ല, ഒട്ടിപ്പിടിക്കാതെ കുഴയാതെ കിട്ടിയിട്ടുണ്ട്. അഥവാ കുറച്ച് വെള്ളമയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് കുറച്ച് സെക്കൻഡ് നേരത്തെ തന്നെ ഇളക്കുക, കുറച്ച് നേരം ഒന്ന് നിരത്തിയിടുക. ഇങ്ങനെ ചെയ്താൽ മതി, നല്ലതായിട്ട് തോർന്ന് കിട്ടും. നല്ല രുചികരമായിട്ടുള്ളൊരു തോരനാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തരാനും കമൻറ്റ് തരാനും മറന്നു പോകല്ലേ. നിങ്ങൾ തന്ന ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ടിക്കാക്കിയിട്ടാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.